സാക്ഷരർ എന്ന മേലങ്കിയും ധരിച്ച് പ്രബുദ്ധർ എന്ന കോണകവും കെട്ടി ഒരു ക്വാർട്ടറും അടിച്ച് നാളെയിലെ പച്ചത്തുരുത്തുകൾ സ്വപ്നം കാണാൻ ഒരു കേരള ലോട്ടറിയും വാങ്ങി പോക്കറ്റ് തിരികെ ഉറക്കം നടിച്ചു കിടക്കാം. നമസ്കാരം. കുറച്ചു നാൾ മുൻപ് വരെ ഞാനൊരു മതേതരനായിരുന്നു. അമ്മിഞ്ഞപ്പാലിനൊപ്പം മതേതര ഉരുട്ടി എൻ്റെ അണ്ണാക്കിലോട്ട് തള്ളിയിട്ട് പിന്നിൽ നിന്ന് കുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അവർ ഉപയോഗിച്ച് ചതിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കാൻ ആകാശം ചുവക്കുന്നത് നോക്കി നടന്ന പ്രായം കഴിയേണ്ടി വന്നു. മുടിയിഴകൾ നരയ്ക്കേണ്ടി വന്നു. ഇപ്പോൾ ഞാനൊരു മതേതരനല്ല, എന്നാൽ ഒരു തീവ്ര മതവാദിയുമല്ല. ഞാനൊരു സെലിബ്രിറ്റിയോ രാഷ്ട്രീയ നിരീക്ഷകനോ അറിയപ്പെടുന്ന ഒരു ബ്ലോഗറോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ അല്ല. പിന്നെ നീ ആരാടാ എന്ന് ചോദിച്ചാൽ ശരാശരി ഭാരതീയൻ, കേരളീയൻ. കൊടിവെച്ച കാറിൽ തലങ്ങും വിലങ്ങും പറന്നു നടന്ന് ഒരു തുള്ളി വിയർപ്പൊഴുക്കാതെ വസ്ത്രമുടയാതെ കോടികൾ സ്വന്തം പേരിലും ബിനാമി പേരിലും സമ്പാദിച്ച ഭരണവർഗത്തിൽപ്പെട്ടവനല്ല. കണ്ണും കാതും മൂടിക്കെട്ടി കീജൈ വിളിച്ച് സ്വന്തം നാടിൻ്റെ വളർച്ചയെ, സമാധാന ജീവിതത്തെ കുരുതി കൊടുത്ത അടിമവർഗത്തിൽപ്പെട്ടവൻ. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നിർമ്മാർജ്ജനം ചെയ്ത അതിദാരിദ്ര്യത്തിനും ഇനി നിർമ്മാർജ്ജനം ചെയ്യുവാൻ പോകുന്ന കേവല ദാരിദ്ര്യത്തിനുമിടയിൽ നിത്യ അഷ്ടിക്ക് കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരിൽ ഒരുവൻ. സ്വന്തമായി കച്ചവടമോ കൃഷിയോ സർക്കാർ ജോലിയോ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളോ ഒന്നുമില്ലാതെ OBC പട്ടം ചാർത്തി കിട്ടിയ ഒരു ഹിന്ദു. എന്തിൻ്റെ പുറപ്പാടാണ് എന്ന് ചോദിച്ചാൽ, ഒരുവൻ ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞാൽ തകർന്നടിയുന്ന മതേതരത്വത്തിൻ്റെ കപട അജണ്ട ഇപ്പോഴും മനസ്സിലാകാതെ അതും വിഴുങ്ങി ഉടമയുടെ ഗമയിൽ അടിമകളായിരിക്കുന്ന കൂട്ടത്തിലുള്ള മതേതരരോട് ചിലതൊക്കെ പറയാൻ. 5 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഖവര അന്വേഷിച്ച് കയ്യിലൊരു നീണ്ട വാഗ്ദാന ലിസ്റ്റും അച്ചടിച്ചു വന്നു പോയവർ ഇന്ന് വീണ്ടും വന്നു, ഒരളിഞ്ഞ ചിരിയുമായി. അതെ, 2 ദിവസം കൂടി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഒരു ഇലക്ഷൻ നേരിടുകയാണ്. കഴിഞ്ഞ തവണ ഞാനും കൂടി വോട്ട് നൽകി വിജയിപ്പിച്ചു വിട്ട അന്ന് മുതൽ കാറും പത്രാസും പോലീസും ആംബുലൻസും പരിവാരങ്ങളുമായി എൻ്റെ നെഞ്ചത്തുകൂടെ തലങ്ങും വിലങ്ങും പാഞ്ഞവർ തറയിൽ ചവിട്ടുന്നത് ഇപ്പോഴാണ്. ജനസേവനത്തിനായി കിട്ടുന്ന ശമ്പളം നിത്യചെലവിന് പോലും തികയുന്നില്ലെന്ന് വിലപിച്ചവർ പുതിയ പത്രിക സമർപ്പിച്ചപ്പോൾ കഴിഞ്ഞ തവണത്തെ ആസ്തി 25 ലക്ഷത്തിൽ നിന്ന് 5.5 കോടി ആയത് എങ്ങനെ എന്ന അന്താളിപ്പിലാണ് ഞാനും. കഴിഞ്ഞ 5 വർഷം കിട്ടാവുന്നതിൽ അത്രയും ജോലികൾ മാറി മാറി ചെയ്തിട്ടും ഇഷ്ടമുള്ള ആഹാരങ്ങൾ പോലും വാങ്ങിക്കഴിക്കാതെ മിച്ചം പിടിക്കാൻ ശ്രമിച്ചിട്ടും ദീപാവലിക്കും വിഷുവിനും ഓണത്തിനും കടം വാങ്ങേണ്ട ഗതികേടുള്ള ശരാശരി മലയാളിയായ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു നിരാശയാണ്. വേണ്ടായിരുന്നു. 4 അക്ക ശമ്പളം മോഹിച്ച് ജീവിതം ഹോമിക്കണ്ടായിരുന്നു. ബസ്സിൻ്റെ ചില്ലുടയ്ക്കുവാനും പൊതുമുതൽ നശിപ്പിക്കുവാനും പോലീസിനെ കല്ലെറിയാനും പോയാൽ മതിയായിരുന്നു. 10 ദിവസം അകത്തും കിടന്ന് ചേച്ചീരെന്ന് ഒരു LLBയും തരപ്പെടുത്തിയെങ്കിൽ 10 കാശുണ്ടാക്കാമായിരുന്നു. മണ്ടത്തരമായിപ്പോയി. അകത്തൊക്കെ ഇപ്പോൾ നല്ല ബെസ്റ്റ് ഫുഡും അതിനൊത്ത ശമ്പളവുമാ എന്നാ കേട്ടത്. നമ്മൾ പ്രബുദ്ധ മതേതരർ കഴിഞ്ഞ 60-70 വർഷക്കാലമായി 5 വർഷക്കാലം കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും മാറി മാറി നൽകി. പക്ഷേ കേരളത്തിൻ്റെ കടം കൂടി വന്നു. കടം വീട്ടാൻ ഏൽപ്പിച്ചിരുന്നവരുടെയെല്ലാം സമ്പാദ്യം 10 മടങ്ങ് വർദ്ധിച്ചും വന്നു. പിന്നെയും നമ്മൾ അവസരം കൊടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ മണ്ടന്മാരായ വെറും അടിമകളാണ്. കടം വാങ്ങി മുക്കിയും നക്കിയും ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ മതവെറിയുടെ, മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ നാടാക്കി മാറ്റാൻ നമ്മളും കൂട്ടുനിൽക്കുകയായിരുന്നു. നമ്മളെ പിന്നിലാക്കി സമൃദ്ധിയിലേക്ക് കുതിക്കുന്ന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ നോക്കി നമുക്ക് സ്വയം പഴിക്കാം. അല്ലേലും അങ്ങ് നോർത്തിലോട്ട് നോക്കി കുരയ്ക്കുവാനാണ് നമ്മെ ഇവർ പഠിപ്പിച്ചത്. സാക്ഷരർ എന്ന മേലങ്കിയും ധരിച്ച് പ്രബുദ്ധർ എന്ന കോണകവും കെട്ടി ഒരു ക്വാർട്ടറും അടിച്ച് നാളെയിലെ പച്ചത്തുരുത്തുകൾ സ്വപ്നം കാണാൻ ഒരു കേരള ലോട്ടറിയും വാങ്ങി പോക്കറ്റ് തിരികെ ഉറക്കം നടിച്ചു കിടക്കാം. ഇനി ഒരല്പം വർഗീയത പറയാം. അതിനു മുൻപ് മതേതരത്വത്തെ വാഴ്ത്തേണ്ടതുണ്ട്. ആ വാഴ്ത്തലുകളുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഒപ്പം കൂടിയാൽ ഒന്നിച്ച് നമുക്ക് യാത്ര തുടരാം. തിരിച്ചറിവുകൾ അതാണ് ലക്ഷ്യം. അപ്പോൾ ചിന്തകൾ വിശാലമാകട്ടെ.